പൊള്ളാച്ചിയിൽ നിന്നും കേരളത്തിലേക്കുള്ള പാത. ഇവിടെ നടുപ്പുണി ചെക്ക് പോസ്റ്റ് എത്തുന്നതിനും 2 കിലോമീറ്റർ മുൻപ് മാപ്പിളൈ കൗണ്ടറിനുറത്ത സ്ഥലം. പൊള്ളാച്ചി ഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് കള്ളക്കടത്തിന്റെ യാത്രയ്ക്ക് തുടക്കമിടുന്നത്. ചെക്ക് പോസ്റ്റ് വഴിയുള്ള ഇറച്ചിക്കോഴി വരവിന്റെ എണ്ണം കുറഞ്ഞതിന്റെ കാരണം തേടിയുള്ള യാത്രയാണ് ഞങ്ങളെ മാപ്പിള കൗണ്ടന്നൂരിലെത്തിച്ചത്. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താവളം ചുറ്റി ഞങ്ങൾ നടുപ്പുണി പൊള്ളാച്ചി പാതയിൽ കത്തുകിടന്നു. രാത്രി 1 മണി പിന്നിട്ടതോടെ കള്ളക്കടത്തുകാരുടെ വരവായി. പൊള്ളാച്ചി ഭാഗത്തു നിന്നും എത്തുന്ന ഇറച്ചിക്കോഴി വണ്ടികൾ മാപ്പിള കൗണ്ടന്നൂരിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു. ഞങ്ങൾ പിന്നാലെ. ആരോ പിന്തുടരുന്നുണ്ടെന്ന സംശയം ബലപ്പെട്ടതോടെ വണ്ടിക്ക് വേഗം കൂടി. കള്ളക്കടത്ത് വണ്ടികളിൽ ഭൂരിഭാഗത്തിന്റെയും പിന്നിൽ അഡീഷണൽ ക്രോസ് ബമ്പർ വെച്ച് നമ്പർ മറച്ചിരിക്കുകയാണ്. മറ്റൊന്നിന്റെ നമ്പർ ക്യാമറയിൽ തെളിഞ്ഞു. KL 45G 4738. താവളം പിന്നിട്ട് കള്ളവണ്ടികൾ വന്നു കയറുന്നത് നടുപ്പുണി കൊഴിഞ്ഞാമ്പാറ റോഡിൽ RV പുത്തൂരിന് സമീപത്താണ്. അതായത് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞുള്ള മേഖലയിൽ. ഇറച്ചിക്കോഴി കിലോയ്ക്ക് 100 രൂപയാണ് അടിസ്ഥാന വിലയായി കണക്കാക്കിയിട്ടുള്ളത്. 14.5% നികുതി. ഊടുവഴികളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 3 ടൺ ഇറച്ചിക്കോഴി ഉണ്ടാകും. ഇറച്ചിക്കോഴിയുമായി ഒരു വണ്ടി ഊടുവഴി കയറിയാൽ സർക്കാർ ഖജനാവിന്റെ ഏറ്റവും കുറഞ്ഞ നഷ്ടം 50,000 രൂപയാണ്. ഇത്തരത്തിൽ ദിനംപ്രതി ലക്ഷങ്ങളാണ് സർക്കാരിന് നഷ്ടമാകുന്നത്. ക്യാമറമാൻ മനോജ് പുതുപ്പടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.